എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ അന്നൂരാണുള്ളത്. അന്നൂര് ആലൻകീലിന്റെ അടുത്ത് ഒരു കുളത്തില് നീന്തൽ പരിശീലകരുടെ പരിശീലനം നടക്കുകയാണ്. അത് പയ്യന്നൂർ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലകന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ക്യാമ്പ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് KV ജയറാം മാഷാണ്. ഈ മേഖലയിൽ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഈ മേഖലകളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ നീന്തലിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നത് നമ്മുടെ ഓരോ ദിവസത്തെ മുങ്ങിമരണങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നീന്തൽ പരിശീലകർക്ക് പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നീന്തൽ കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ മുങ്ങിമരണങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പരിധിവരെ സാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നത്. ഇത്തരം ക്യാമ്പുകളിലൂടെ പരിശീലനം ലഭിച്ച ആളുകളൊക്കെ നമ്മുടെ നീന്തൽ കുളങ്ങളിലും അതുപോലെ തന്നെ മറ്റും ഇത്തരം നീന്തൽ പരിശീലനം നടത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളെ നീന്തലിന്റെ ഭാഗമാക്കാൻ വേണ്ടി കഴിയും. അതിലൂടെ ഒരു വലിയ സന്ദേശം അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ കാഴ്ചകളിലേക്ക് മാഷ തുടങ്ങിക്കോ. പറഞ്ഞാ മതി. നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് നടന്നിപ്പോ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളെ കേരി മെത്തേഡിൽ മത്സ വെള്ളത്തിൽ മുങ്ങുന്ന ആളുകളെ എങ്ങനെ രക്ഷിച്ചെടുക്കുക എന്നത് ഒരു ട്രെയിനിങ് ആണിത്. നമ്മൾക്ക് മുങ്ങിയ ആളുകളെ നമ്മൾ നേരെ പോയിട്ട് അവരെ പിടിക്കാൻ വേണ്ടി പോയാൽ അവർ നമ്മളെ അടപടലം നമ്മളെ പിടിക്കും. അതിന് പകരമായിട്ട് എങ്ങനെയാണ് മുങ്ങിയ ആളുകളെ രക്ഷിച്ചെടുക്കേണ്ടത് എന്ന ഒരു കാഴ്ചയാണ് ഇത്. ഈ രീതിയിലാണ് ആളുകളെ മുങ്ങിയ ആളുകളെ കരക്കെടുത്ത് കൊണ്ടുവരേണ്ടത്. ഇതേ മെത്തേഡ് ആ ചാക്കൂരി അതേ ആക്കി കൊടുക്കുക. ഇവരാണ് നമ്മ പഠിച്ച കോളേജല്ലേ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം അടുത്ത ബാച്ചിൽ പോവാം. ചിൻകാരി അടുത്ത ചിൻകാരി ഹലോ ഹലോ ഒരു തച്ചാള് ചിൻകാരി മെത്തേഡില് ചിൻകാരി മെത്തേഡിൽ കൊണ്ടുവരുന്നത് അത് ഊരി കൊടുക്കും. എന്താ ആടാ? ഹലോ ഇവിടെ വാ. ഹലോ അയാൾ പോയിട്ടുണ്ട്. ആടെ പോരാ. സാറടക്ക്. ഹലോ ഇതാ ശ്രദ്ധിക്ക. ഇനിപ്പോന്ന ടീം ചിൻകാരി മെത്തേഡിലാ കൊണ്ടുവരുന്നത്. മനസ്സിലായേ? എല്ലാരെയും എല്ലാം ജയിക്കാൻ വേണ്ടി സമയം ഇല്ലാത്തോണ്ടാണ്. സാറ് വരുന്ന വന്നോ. അതില്ലേ ഇതാ നോക്കുക എല്ലാവരും എങ്ങനെ പിടിക്കുന്നാലും ശരിക്കും അന്ന് നമ്മ മിനിഞ്ഞാന്ന് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ.
റെഡി. എല്ലാവർക്കും 2 കൈ കൊണ്ട് ആവണമെന്നില്ല, പിന്നെ ഒരു കൈ കൊണ്ട് തൊഴേണ്ടി വരും. പാട്ടേ രണ്ട് വലയിൽ താഴെയും 2 വലയിൽ മേലെ ഉണ്ടോ? ഇല്ലെങ്കിൽ അത്രല്ല സേഫ് ഇതാണ്. ഇവർക്ക് മോട്ടർ ഇല്ല. അല്ല നിങ്ങൾ കഴിഞ്ഞത് പക്ഷെ എത്ര ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട്? ക്യാമ്പ് തുടങ്ങിയിട്ട് 7 ദിവസമായി. 7 ദിവസമായി. ഇത് എത്രാമത്തെ ക്യാമ്പാണ് നിങ്ങളെ ഒരു അനുഭവത്തിൽ? എന്താണ് ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം? 1982 മുതൽ നീന്തൽ അറിയാത്തതിനാൽ ഉണ്ടാകുന്ന മരണനിരക്ക് കുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ പയ്യന്നൂർ റോവർക്രൂ ഡോക്ടർ മോഹൻ രാംദാസിന്റെ അധ്യക്ഷതയിൽ നമ്മൾ തുടങ്ങിയാണ് ഈ പരിപാടി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം പിന്നെ ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇത് 6ാമത്തെ ബാച്ചാണ്. 6ാമത്തെ ബാച്ചാണ്. അതിലൂടെ എത്ര ആൾക്കാരെ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്? അതിൽ ഒരു 100 ഇവരും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം 125 ആളായി മേലെയുണ്ട്. ഇവര് ഇങ്ങനെ ട്രെയിനിങ് ലഭിച്ച ആളുകൾ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നുണ്ടോ? പരിശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് കഴിഞ്ഞ വർഷം ഉദിനൂർക്കുലം കുളത്തില് 3 ബാച്ചായിട്ട് 100 പേരെ പഠിപ്പിച്ചായിരുന്നു. അതേപോലെ പെരിങ്ങോം ഫയർഫോഴ്സ് അവിടെ ഒരു മനയിലെ കുളത്തില് ഏകദേശം 10-75 പേരെ കുട്ടികളെ പഠിപ്പിച്ചായിരുന്നു. അതുമാതിരി പിന്നെ 2022 നമ്മുടെ 4th ബാച്ച് കേരളത്തിലെ 42 പിന്നെ വിദ്യാഭ്യാസ ജില്ലയിലെ നീന്തൽ അറിയുന്ന അധ്യാപകരെ കൊണ്ടുവന്നിട്ട് പയ്യന്നൂരിൽ നിന്ന് പഠിപ്പിച്ചായിരുന്നു. അവരിപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീന്തൽ പരിശീലനം നൽകി വരുന്നുണ്ട്. അവര് അതെന്ന് വെച്ചാൽ നമുക്ക് എണ്ണം അത്രയും പറയാൻ പറ്റില്ല, അത്രയും ആൾക്കാർ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം ഒരു 40,000-ൽ മേലെ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇത്രയും കൊല്ലത്തിനുള്ളിൽ, ഇത്രയും വർഷത്തിനാണ്. പക്ഷേ അത് പോരാ, പിന്നെ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ട്രെയിനർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കുളത്തിലും പോയിട്ട് ചെയ്യാൻ സമയം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇതിലിപ്പോ എത്ര ആള് ഏകദേശം ഈ ട്രെയിനിങ് ക്യാമ്പിൽ ഏകദേശം ഇതിൽ 31 ആള് സ്ഥിരം വരുന്നുണ്ട്. 31 ആള് വരുന്നുണ്ട്. പിന്നെ പേര് തന്നവര് ഒരു 4-5 പേര് വേറെ ഉണ്ട്. പിന്നെ ചിലർക്ക് ഇന്ന് പെരേഡ് മറ്റേ ബുധനാഴ്ചകളില്, അതേമാതിരി ചില ആൾക്ക് ശനിയാഴ്ചകളിലെല്ലാം പെരേഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവര് വരാൻ പറ്റില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും വരുന്നത്. എപ്പോ ഇത് ട്രെയിൻ ഈ ക്യാമ്പ് കഴിയില്ല? നാളെ കഴിയും അല്ലേ? അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മുടെ ആളുകളോട് പറയാനുള്ളത്? നമുക്കറിയില്ല, അമീബിക്ക് പിന്നെ ജ്വരം ഒക്കെ ബാധിച്ചത് കൊണ്ട് പല കുളങ്ങളിലും ഇപ്പോൾ കുട്ടികളൊന്നും കുളിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ വിടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പിന്നെ നമ്മളിപ്പം നീന്തൽ, ഇപ്പൊ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നതാണ്. നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്ര കുളത്തിൽ വെച്ചിട്ട് വർഷങ്ങളായിട്ട് ഞാനൊക്കെ പഠിപ്പിക്കാറുണ്ട്. അത് ശാസ്ത്രീയമായ പഠനമൊന്നുമല്ല, നിങ്ങളെ പോലെ ശാസ്ത്രീയമായ പഠനമൊന്നുമല്ല, സാധാരണഗതിയിലുള്ള നീന്തൽ പഠിപ്പിക്കല്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും കുളങ്ങളിൽ പോകാൻ വേണ്ടി തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ട്, ഭീതിയുണ്ട് കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം. അത് അങ്ങനെ ഇതിനെ നിങ്ങളുടെ പിന്നെ ഈ ഒരു പ്രൊജക്ടിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ലേ? ഇപ്രാവശ്യം ഇങ്ങനെ കുട്ടികൾ പഠിക്കില്ലല്ലോ. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ എല്ലാവരും കുറ്റം പറയും, പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ എന്താ ചെയ്യാന്നൊക്കെ. അപ്പൊ നമ്മള് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവരുടെ പെർമിഷൻ എടുത്തു. അപ്പൊ അവര് കുളത്തെക്കുറിച്ച് ചോദിച്ചു. പല കുളങ്ങളും കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടുത്ത കുളത്തില് റോഡ് പൊങ്ങിയതുകൊണ്ട് ഓവർഫ്ലോ പോകുന്നില്ല. ഇവിടെ ഓവർഫ്ലോ ഓവർഫ്ലോ നന്നായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ കുളം സെലക്ട് ചെയ്ത്. അപ്പൊ മുനിസിപ്പാലിറ്റിക്കാർ ഇത് മനസ്സിലാക്കിയ പാടും അതിന് ഉടനെ പെർമിഷൻ തരുമായിരുന്നു. അത് ശരി ശരി. ഇതിലിപ്പം ഫയർഫോഴ്സുകാർ അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിലുള്ളത്? ഇതിൽ ഫയർഫോഴ്സുകാർ, അതേമാതിരി സിവിൽ ഡിഫൻസുകാർ, അധ്യാപകര്, പിന്നീട് സഹപരിശീലകയായിട്ട് പിന്നെ വനിതകൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോപികയുണ്ട്. അത് ശരി ശരി. പിന്നെ അതേമാതിരി എൻ്റെ അടുത്ത് കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച പേരെന്ന് സജീവനുണ്ട്. അതായത് ഇതൊരു ഗുരുകുല ശിക്ഷണ പ്രകാരം നടത്തുന്ന പരിപാടിയാണ്. കാരണം
ഗുരുകുലത്തിൽ നേർച്ച 2ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് 1ാം ക്ലാസ്സിലെ ഗുരുനാഥനും 2ാം ക്ലാസ്സിലെ സ്റ്റുഡന്റാണ്. അതുപോലെ ഇക്കൊല്ലം ഇവരൊക്കെ ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഞാൻ നടത്തുന്ന ഇതുപോലത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പിന്നെ നല്ല സന്മനസ്സോടുകൂടെ വരുന്നവരെ ഞാൻ അതിൽ കൂട്ടും. അവർ ഇന്നാളെ വന്നോളൂ, ഇത് എന്റെ കയ്യിൽ നിന്ന് വേറെ ആരുടെ അടുത്തും പോയി കൂടാന്നില്ല, അങ്ങനെയുള്ള ധാരണയൊന്നും നമുക്കില്ല. മാക്സിമം ആൾക്കാരെ നീന്തൽ പഠിപ്പിക്കുക, അതിനുള്ള എന്തൊക്കെ വഴികളാണ് അതൊക്കെ പ്ലാൻ ചെയ്യുക. ഈ ഗവൺമെന്റ് തലത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിന് പിന്തുണയുണ്ടോ ഇത്തരം കാര്യങ്ങൾക്ക്? സാമ്പത്തികമായ ഒരു പിന്തുണയില്ല. ഇല്ല. നേരത്തെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പിന്നെ നാഷണൽ ട്രെയിനിങ് മീറ്റ് കൊല്ലം നടക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ കേരളത്തിന്റെ സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണറും സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണറും പങ്കെടുത്തിരുന്നു. അദ്ദേഹം കേരളം കഴിഞ്ഞ വർഷം ചെയ്ത നല്ല കാര്യങ്ങൾ കുറിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെ മുങ്ങിമരിക്കൽ, ഒഴുക്കിൽപ്പെട്ട് മരിക്കലൊക്കെ ഉണ്ടാവുക, അതുമാതിരി ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ എന്തുകൊണ്ട് നീന്തൽ പിന്നെ ഇതേപോലത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടത്തിക്കൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷനും മറ്റും അതിനെ സമ്മതിച്ചു. അതിൻ്റെ പേരിൽ കേരളത്തിൽ തന്നെ അത് ചുമതലപ്പെടുത്തി. കേരളം അതിപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനാണിപ്പോൾ അടുത്ത ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ട്രെയിനിങ് ഓൾ ഇന്ത്യ ലെവലിലെ ട്രെയിനിങ് തിരുവനന്തപുരം നമ്മുടെ സ്റ്റേറ്റ് ട്രെയിനിങ് സെൻ്ററായ പാലോട് സ്റ്റേറ്റ് ട്രെയിനിങ് സെൻ്ററിന് മുട്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അത് നടത്താൻ ഉള്ള പരിപാടിയാണ്. ആയിക്കോട്ടെ മാഷെ, ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ആദരവോടെ തന്നെയാണ് സമൂഹം കാണുന്നത്. ഒരുപാട് കാലമായിട്ട് നീന്തൽക്കുളങ്ങളിൽ ജയറാം മാഷെ കാണുന്നുണ്ട്. അത് തുടരണം, അത്തരം കാര്യങ്ങൾ തുടരണം. അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളോട് എന്താണ് പറയാനുള്ളത്? എത്ര പ്രായം മുതൽ നമുക്ക് നീന്തൽ ആരംഭിക്കാം? ശരിക്കും ഒരു കുട്ടീനൊക്കെ പഠിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ പിന്നെ നമുക്ക് ഒരു വയസ്സും 2 വയസ്സുള്ള സമയത്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മാസമായിട്ട് പഠിപ്പിക്കുമ്പോൾ ചുരുങ്ങിയെന്ന് വെച്ചാൽ ഒരു 12 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സേഫ് അവർക്ക് സേഫുമാണ്. പിന്നെ അവർക്ക് നമുക്ക് എന്താ പറയുന്നതൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ അതിൽ 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ 10 വയസ്സും 12 വയസ്സുള്ള കുട്ടിയുടെ മെന്റൽ കപ്പാസിറ്റി ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടിക്ക് എനിക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ആ കുട്ടി വെള്ളത്തിലേക്ക് വാട്ടർ കോൺഫിഡൻസ് കിട്ടാതെ ആ കുട്ടി ഇതായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഏജ് വെച്ചത്. പിന്നെ പെൺകുട്ടികളെ നമ്മൾ പിന്നെ കൂടുതൽ മസിൽ പിടിക്കാറ് ഒരു 10 വയസ്സായ പെൺകുട്ടിയെ ഇറക്കാറുണ്ട് അല്ലേ? ആയിക്കോട്ടെ സാർ, ഞങ്ങളോട് ഇതാരാന്ന് പറയോ? വനിത പറയോ ഇതിനെ കുറിച്ച്? പറ വനിത പറ ആരാന്ന് പറയാറ്? പറ വനിതകള് കാര്യങ്ങള് നീന്തല് എത്ര കാര്യങ്ങൾ പറയണോ? നിങ്ങൾ ട്രെയിനേഴ്സിന് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ആളല്ലേ? ഇത് സഹപരിശീലകയാണ്. ആരും സഹപരിശീലക? ഇതാ ഗോപിക. എന്താണ്, എത്ര കാലമായി നീന്തലെല്ലാം തുടങ്ങിയിട്ട്? മാഷിന്റെ എടുക്കാ പഠിച്ചത്? ട്രെയിനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ല? എത്ര ഇപ്പം എന്താ ചെയ്യുന്നത്? പഠിക്കുന്നത് കുറെ വർഷമായി നീന്തൽ മേഖലയിൽ. എത്ര ആളെ പഠിപ്പിച്ചിട്ടുണ്ട്? 3 വനിതാ ബാച്ച്. നിങ്ങൾ 2 വനിതാ ബാച്ചിന്റെ ട്രെയിനേഴ്സ് പഠിക്കാൻ വന്നേ? പഠിച്ചോ? അതെ അല്ലേ? വലിയ പ്രായമുള്ളവർ നമ്മൾക്ക് കുറെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. പല ആൾക്കാർക്ക് നീന്തൽ അറിയില്ല, പല സ്ത്രീകൾക്ക് നീന്തൽ അറിയില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നീന്തൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അവരുടെ മടിയെ മാറാൻ എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ അങ്ങനെ പറയണത് അതിനെ കുറിച്ച് എന്താ പറയേണ്ടത്? അല്ല, നമ്മൾ കുളങ്ങളിലൊക്കെ നീന്തുമ്പോൾ പിന്നെ പുരുഷന്മാരൊക്കെ നമ്മൾ നീന്തുമ്പോ ഒക്കെ നമ്മുടെ അറിയാലോ, അത് ഇങ്ങനെയുള്ള ഒരു മടിയും പ്രയാസമെല്ലാം സ്ത്രീകൾക്കുണ്ട്. അത് ശരിക്കും മാറേണ്ടതല്ല, അവർക്ക് അങ്ങനെ മാറേണ്ടതല്ല. അവർക്ക് ഇവിടെ വന്ന് കുളിക്കുന്നതിൽ എന്താ പ്രശ്നം? പണ്ടൊക്കെ കുളിക്കാറില്ലേ? ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് എന്താ നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത്? വീടുകളിൽ മടി പിടിച്ചിട്ട് നീന്താൻ അറിയാതെ പിന്നെ വെള്ളപ്പൊക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലല്ലോ. അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പഠിക്കണം, അത് അത്യാവശ്യമാണ് നീന്തൽ ഈ കാലത്ത്. നീന്തൽ ഇങ്ങനെ ഇതുപോലെ ക്യാമ്പെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ മാക്സിമം പങ്കെടുക്കുക. വനിതാ ക്യാമ്പെല്ലായിട്ട് ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ പങ്കെടുക്കുക, മാക്സിമം റെസ്ക്യൂ അതെല്ലാം പഠിക്കുക. ഇത് ശാസ്ത്രീയമായിട്ടാണല്ലോ പഠിക്കുന്നത് അല്ലേ? ശാസ്ത്രീയമായിട്ടാണ് പഠിക്കുന്നത്. അത് വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാം, പിന്നെ കുളത്തിലൊക്കെ മുങ്ങിയാൽ നമ്മൾ പോയിട്ട് നേരെ പോകുമ്പോൾ അവർ നമ്മളെ കയറി അങ്ങ് പിടിക്കും. പിന്നെ നമ്മൾ 2 ആളും മുങ്ങിപ്പോവും. അതിനു പകരം എങ്ങനെയാണ് ഒരു മുങ്ങിയ ആളെ രക്ഷിക്കേണ്ടത് ശാസ്ത്രീയമായിട്ടെന്ന പഠനമാണ് ഇവിടെ നടക്കുന്നത്. അത്തരം ക്യാമ്പുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രചോദനപരമാണല്ലോ അല്ലേ? നിങ്ങൾ അതിന്റെ ശാസ്ത്രീയമായിട്ട് എല്ലാം പഠിച്ചതല്ലേ അല്ലേ? ഒരാൾ വീണാൽ നിങ്ങൾ
സേഫായിട്ട് അവരെ രക്ഷപ്പെടുത്തും അല്ലേ. ഒന്നിലേറെ ആള് വീണാലോ? 2 ആൾ വീണിട്ടുണ്ട് നോക്കാം. 2 ആൾ നിങ്ങൾ മാത്രമാണ് ഇവിടുത്തെ കണ്ടത്. അവരെ 2 ആൾ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും അല്ലേ? ഓക്കെ, നീന്തൽ പഠിച്ചോ? പഠിച്ചു. ഒന്ന് നീന്തരാ നോക്കി, ഒരു നീന്തൽ നോക്കിയേ. നീന്തൽ പഠിച്ചൊന്നും ആള് കാണണ്ടേ? ആയിട്ടാ മാഷ വരുന്നത്. ഒരു മിനിറ്റ്. അവർ നീന്തുന്നുണ്ട് ഒരാള്. ഇതാ പുതിയ നീന്തൽ തരാം. നീന്തൽ നീന്തൽ അല്ല, അവരൊന്ന് നീന്തിട്ട് നിങ്ങൾക്ക് വേണം. ഇപ്രാവശ്യം നീന്താൻ പഠിച്ചാ മാഷേ ഇത് ഇവര് നീന്തൽ പഠിച്ചിട്ട് ട്രെയിനിങ് നിങ്ങള് ആ സാക്ക് സ്വിമ്മിങ് മാറി മാറി എല്ലാവരും ഒന്ന് അറിഞ്ഞോ? ഇത് ഇട്ടാൽ എത്ര പോലെ വെയിറ്റ് വേണ്ടി വരുന്നില്ലോ എന്ന് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമായിരുന്നു. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ആരാന്ന്? പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞത് വനിതകള് ഇതെന്ന് വെച്ചാല് രാജകുടുംബത്തിലെ വനിതകൾക്ക് നീന്തൽ കമ്പൽസറി ആയിരുന്നു. അതിന് പ്രത്യേക കാരണമുണ്ട്. ഋഷിമാരാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഒരു രാജകുമാരി നീന്തൽ പഠിച്ചില്ലെങ്കിൽ, അല്ല ഒരു രാജകുമാരി പ്രസവിച്ചില്ലെങ്കിൽ ആ രാജകുടുംബം അനാഥപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു രാജകുമാരിയും ഗർഭിണിയാവാതിരിക്കാൻ പാടില്ല എന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെ ഋഷിമാർ നീന്തൽ കമ്പൽസറി ആക്കി. നീന്തലിൽ നിന്ന് അതിനുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകളുടെ എല്ലാ പുരുഷന്മാരുടെയും ഇന്റേണൽ ഓർഗൻ സെല്ലും പൂർണ്ണ വളർച്ചയെത്തും. അതുകൊണ്ട് നേരിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ല, ജയറാം മാഷിനെ കണ്ടാൽ ഇപ്പോഴും ഒരു 30 വയസ്സുകാരനാണല്ലോ. എത്ര വയസ്സായതെന്നല്ലേ നമുക്കറിയാം. ഇപ്പോഴും സ്റ്റിൽ യങ്ങാണ്. അതുകൊണ്ട് നീന്തൽ നിരന്തരമായിട്ട് വളരെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ എക്സസൈസ് നീന്തലാണ്. അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ല ആരോഗ്യം നൽകുന്ന ഒരു ഇതാണ് പിന്നെ നമ്മുടെ നീന്തൽ. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഇതിന് വേറൊരു ഇതുണ്ട്, പിന്നെ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതിയുണ്ട്. അത് നമ്മുടെ പിന്നെ സ്റ്റീൽ കമ്പിയൊക്കെ ഇട്ട ഇതെല്ലാം ആൾക്കാർക്ക് വെള്ളത്തിലില്ല ഒരു എക്സസൈസ്. വെറുതെ ഒന്നും അറിയാത്തവൻ വെറുതെ വെള്ളത്തിലിറങ്ങി ഒരു മാറോളം വെള്ളത്തിൽ കുറെ നേരം കളിച്ചിട്ട് പോയാൽ തന്നെ അവരൊരുപാട് പിന്നെ ഈ വർക്ക് ചെയ്യാത്ത കയ്യും കാലെല്ലാം പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈഡ്രോതെറാപ്പി ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ വേറെ ഒരു ചെറിയ മനുഷ്യനെ പരിചയപ്പെടുത്താൻ, ഇദ്ദേഹം ചന്ദ്രൻ മാസ്റ്റർ, ഇയാള് നാഷണൽ പിന്നെ സിവിൽ ഡിഫൻസിന്റെ സിവിൽ സർവീസിന്റെ നാഷണൽ മീറ്റില് പല വർഷങ്ങളായിട്ട് ഗോൾഡ് മെഡലിസ്റ്റാണ് നീന്തലില്. പിന്നെ ഇദ്ദേഹത്തിനെ കണ്ടാൽ ഇപ്പോ ഏകദേശം 35 വയസ്സേ തോന്നുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഇക്കൊല്ലം റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. നല്ല ഫിറ്റാണ്. അത് നീന്തൽ കൊണ്ട് ഇയാൾ ഫിറ്റാണ്. ഇവിടെ ക്ലാസ് എടുക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോ സാറിനോട് നിങ്ങൾ നേരിട്ട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഈ ഡിഫൻസിലൊക്കെ നീന്തൽ വളരെ കമ്പൽസറി അല്ലേ, നിർബന്ധമല്ലേ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മുടെ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ വർത്തമാനകാലത്ത് റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ജല അപകടങ്ങളിലൂടെയാണ്. ഇത്തരം ജല അപകട മരണങ്ങൾ കുറക്കാൻ ഏറെ സഹായിക്കുന്നത് നീന്തലാണ്. നീന്തൽ സ്വയം രക്ഷയ്ക്കും പരരക്ഷയ്ക്കും സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇപ്പം നേരത്തെ ജയറാം സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് നീന്തൽ. നീന്തലിനെ എല്ലാ വ്യായാമത്തിൻ്റെയും രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പം പിന്നെ ശരീരത്തിന് എല്ലാ പേശികളെയും ഒരേ സമയം ചലിപ്പിക്കാൻ സഹായിക്കുന്ന നീന്തൽ പല രോഗങ്ങൾക്കും, ഇപ്പോൾ ശ്വാസം മുട്ട് തുടങ്ങിയ രോഗങ്ങൾക്കും, പിന്നെ ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറക്കുന്നതിന് നീന്തൽ വളരെയേറെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ നീന്തൽ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഏത് പ്രായത്തിലും നീന്തൽ പഠിക്കാനും ഈ നടക്കാൻ കഴിയുന്ന കാലത്തോളം നീന്താനും, നടക്കാൻ കഴിയില്ലെങ്കിൽ നീന്താൻ കഴിയും. ഇപ്പോൾ നാഷണൽ മത്സരങ്ങളത്തെ ഇപ്പോൾ മാസ്റ്റേഴ്സ് മത്സരത്തിലൊക്കെ കരയിലധികം നടക്കാൻ കഴിയാത്ത ആൾ എങ്ങനെയും ആ 2 പേർ പിടിച്ച് വെള്ളത്തിനടുത്ത് കൊണ്ടാലും നീന്തൽ മത്സരം പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പോൾ ദേശീയ തലത്തിലുണ്ട്. അതുകൊണ്ട് നീന്തല് പിന്നെ പറഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ശാരീരിക ഫിറ്റ്നസിനും മാനസികപരമായ വളർച്ചയ്ക്കും എല്ലാത്തിനും അത്യാവശ്യമാണ് എന്നതാണല്ലോ സാറ് പറഞ്ഞു വരുന്നത് അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. നിങ്ങൾ ഇങ്ങനെയുള്ള പരിശീലനം നടത്തുന്നതിൽ വളരെയധികം നമ്മുടെ സമൂഹം തന്നെ നിങ്ങളോട് കടപ്പെട്ടാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആളുകളാണ് ജലാശയങ്ങളിൽ മുങ്ങി മരിക്കുന്നത്.
അതുപോലെ നമ്മളെ പല സ്ത്രീകളും അല്ലേ, നമ്മൾ പുരുഷന്മാരും ഇപ്പൊ പൊതുവെ പുരുഷന്മാരും നീന്തൽ പഠിക്കൽ കുറവാണ് അല്ലെ. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് വളരെ കുറവാണ്. അങ്ങനെയുള്ളവരെ നീന്തലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിന് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അല്ലെ, നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ആ അഭിപ്രായമില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പൈനൂർ മുനിസിപ്പാലിറ്റി സ്വിമ്മിംഗ് പൂളൊന്നുമില്ല. ഇല്ല. അപ്പം അത് ഏറ്റവും വലിയ ഒരു പരാജയം തന്നെയാണ്. മറ്റുള്ള നമുക്ക് ഇപ്പോൾ ഉള്ള കുളങ്ങളും തോടുകളും തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല. ഈ അടുത്ത കാലത്തെ മുനിസിപ്പാലിറ്റികൾ പല കുളങ്ങള് മാലിന്യ നിക്ഷേപിക്കുന്ന കുളങ്ങൾ പോലും പുനരുദ്ധരിച്ച് മുനിസിപ്പാലിറ്റി നല്ല കുളങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ ആ കുളങ്ങളും നീന്തൽ പരിശീലനത്തിന് വേണ്ട രൂപത്തിൽ ശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രക്രിയയുടെ അല്ലാതെ പൂർത്തീകരിക്കുന്നത് ഒരു ഖേദകരമായ വസ്തുത. ആയിക്കോട്ടെ സാർ, ഞാൻ നോക്കട്ടെ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞു. വനിതകളെ നീന്തൽ പഠിപ്പിക്കുന്ന വെച്ചാല് നമ്മുടെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണമുണ്ട്. കാരണം എൻ്റെ ഭാര്യ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് ജസ്റ്റ് സാറിൻ്റെ കൂടെ റിട്ടയർ ചെയ്തു. അപ്പോൾ അവളെ എന്നോട് പറഞ്ഞിരിക്കുന്ന വെച്ചാല് നിങ്ങൾ സ്ത്രീകളെ നീന്തൽ പഠിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു അതൊന്നും കയ്യില്ല, അതിലും ബുദ്ധിമുട്ടാണ്, അതിൽ ചൊറയാന്ന്. അങ്ങനെ പറഞ്ഞു ഒരു ചൊറയില്ല, ഞാൻ വന്ന് വെള്ളത്തിലിറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭാര്യ തന്നെ വന്ന് വെള്ളത്തിലിറങ്ങി AK കൃഷ്ണ മാഷ് വീട്ടിന്റെ പിറകിലുള്ള കണ്ടമത്തെ ആദ്യത്തെ 2 ബാച്ച് നടത്തി. പിന്നെ കഴിഞ്ഞ കൊല്ലം അന്നൂര് വെച്ചിട്ട് സ്ത്രീകളുടെ ക്യാമ്പ് ഉണ്ടോ? അല്ല, അത് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അതുകൊണ്ട് അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനെയാണ് വേണ്ടി ചെയ്തത്, ഇങ്ങനെ തുടങ്ങിയത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പൊ ഈ സാറ് എന്നോട് പറഞ്ഞിരിക്കുന്ന വെച്ചാല് പിന്നെ എന്റെ സ്റ്റുഡന്റ് അത് രാമൻകുളത്തിൽ നീന്തൽ പഠിച്ച് ഞാൻ എന്റെ അടുത്ത് നീന്തൽ പഠിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അനുഭവം ഇദ്ദേഹത്തിന്റെ 2 കുട്ടികളെ കൊണ്ടുകൂടെ വന്നതാണ്. എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങളെ കുഞ്ഞുങ്ങളാണോ അത്? കുഞ്ഞുങ്ങളാണ്. ഒരു 20 വർഷം മുന്നെയാണ് സാറിങ്ങനെ അവിടെ ഹൈവേയില് നമ്മളെ രാമൻകുളത്ത്. അപ്പൊ നമ്മൾ അവിടെ പോയതാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് എങ്ങനെ നീന്തണം, എങ്ങനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സാറൊന്ന് ജാമശൊന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ലൈഫിൽ ഭയങ്കര ഉപകാരമാണ്. അപ്പൊ ഞാൻ വരുന്നത് എന്റെ കുട്ടികളെയും കൂട്ടിയാണ്. 2 കുട്ടികളെ മക്കളാ? അല്ല അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ് എവിടെ ഉണ്ടെങ്കിൽ അവിടെ എത്തും അല്ലേ? ആയിക്കോട്ടെ. 2 കുഞ്ഞു മക്കളെ തീർത്തുന്നുണ്ട്. ആയിക്കോട്ടെ. എന്താണ് പറയാനല്ല? ഒന്നുമില്ല സാറല്ലേ. നിങ്ങളെ ഒരു ക്യാമറ ഒരു ഫോട്ടോ വേണം ചന്ദ്രമാഷിന്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അധികം ലൈവ് നീട്ടണ്ട. ഇതേതായാലും നമ്മുടെ നാട്ടില് പിന്നെ വലിയ ഒരു കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സന്ദേശം മാത്രമല്ല, ഇതൊരു പ്രാക്ടിക്കലാണ്. ശരിയായ അർത്ഥത്തില് ശാസ്ത്രീയമായിട്ട് നമ്മുടെ പിന്നെ നീന്തൽ പരിശീലനം നടത്തിയിട്ട് അങ്ങനെ പരിശീലകരായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവരുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുക. അതിലൂടെ നമ്മുടെ ജലാശയങ്ങളിൽ അപകടത്തിൽ മരിക്കുന്നവരെ ഇവിടെ എണ്ണം കുറക്കുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശത്തിനാണ് ഈ പരിശീലകരുടെ പരിശീലന ക്യാമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഇവര് നടപ്പിലാക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ അമീബിക് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പല കുളങ്ങളിലും ഒഴുക്കില്ല. ഒഴുക്കുള്ള കുളങ്ങളിൽ അതുപോലെ തന്നെ അത്തരം നീന്തലുകൾ നടത്തുന്നതിൽ വലിയ പ്രയാസമില്ല എന്നാണ് നമ്മുടെ ഈ മേഖലകളിലെ ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധന്മാർ പറയുന്നത്. അതുകൊണ്ട് ഒഴുക്കുണ്ട്, ഈ കുളത്തിൽ ഒഴുക്കുണ്ടായതുകൊണ്ട് നഗരസഭയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരം ഒരു കുളത്തിൽ ഇവര് പരിശീലനം നടത്തിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി നാളെ ഈ ക്യാമ്പ് തീരും. അതുകൊണ്ട് ഈ ഒരു ക്യാമ്പിൽ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാട്ടിലെ നീന്തല് വ്യാപകമാക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു ക്യാമ്പിന് വലിയ പ്രസക്തിയുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ നാടുകളിലേക്ക് പോയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെയൊക്കെ നീന്തൽ പരിശീലിപ്പിക്കാൻ വേണ്ടി തയ്യാറായാല് നമ്മുടെ ഹൃദയഭേദകമായിട്ടുള്ള ചില വാർത്തകളാണ് നമുക്ക് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒരുപാട് ആളുകൾ കുളത്തിലും അതുപോലെ തന്നെ പുഴയിലും പോയിട്ട് മുങ്ങി മരിക്കുന്നു എന്ന വലിയൊരു സങ്കടം നമ്മുടെ മുന്നിലുണ്ട്. അതിനൊക്കെ പ്രതിവിധിയാവാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകള് പല ആൾക്കാർക്ക് നീന്തൽ അറിയില്ല. അവരൊക്കെ ഇത്തരം ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം ലഭിച്ചവരുടെ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരും നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം.
നീന്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പിന്നെ വലിയൊരു പരിഹാരമായിട്ട് മാറുന്നു. നമ്മുടെ രാവിലെ ഒരുപാട് ആളുകൾ നടക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നീന്തൽ കുളത്തിൽ വന്നിട്ട് നീന്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശാരീരികമായ ഫിറ്റ്നസിനെ കുറിച്ച് ജയറാം മാഷും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതിന്റെ പിന്നെ ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നീന്തലിന് വലിയ പ്രസക്തിയുണ്ട്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണുക. നമ്മളെ ഇവിടെ ശാസ്ത്രീയമായിട്ട് നീന്തൽ പഠിച്ച ആളുകൾ പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ഒരു അച്ഛനും മക്കളും ഇവിടെ നീന്താൻ എത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള ഇത് വേറൊരു ടീമാണെന്നാണ് തോന്നുന്നത്. അവരെല്ലാം നീന്തുന്നുണ്ട്. നീന്തൽ വലിയ ഉല്ലാസം പകരുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ക്യാമ്പുകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടിയിട്ട് രാജീവൻ പച്ച.